പന്തളത്ത് ഭക്ഷ്യവകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഹോട്ടലുകൾ പൂർണ്ണമായി സീൽ ചെയ്തു. പന്തളത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ഹോട്ടലുകൾക്കെതിരെയാണ് നഗരസഭ കർശന നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ചില ഭക്ഷണശാലകൾ രാത്രി വീണ്ടും പ്രവർത്തിച്ചതായി കണ്ടെത്തി. ഇതേ തുടർന്നാണ് 6 ഹോട്ടലുകളും സീൽ ചെയ്തത്. ഒരു ഹോട്ടലിൽ ഭക്ഷണ സാധനങ്ങൾ കക്കൂസിൽ സൂക്ഷിക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. പാകം ചെയ്യാനുള്ള ചിക്കൻ കഴുകുന്നത് ക്ലോസറ്റിന് മുകളിൽ വെച്ചായിരുന്നു. പന്തളം കടക്കാട്ടാണ് സംഭവം. 3 ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന ഹോട്ടലുകളാണ് പൂട്ടിയത്. ഹോട്ടലും പരിസരവും വൃത്തിഹീനമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളാണ് വൃത്തിയില്ലാത്ത ഹോട്ടലുകൾ നടത്തിയിരുന്നത്. കെട്ടിടം ഉടമകളുടെ ബിനാമികളാണ് തൊഴിലാളികൾ എന്നാണ് വിവരം. 1.5 ആഴ്ച മുൻപ് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തി പൂട്ടിയ ഹോട്ടലുകളാണ് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. 3 ഹോട്ടലുകൾക്കും 10,000 രൂപ വീതം പിഴ ഈടാക്കി. തോന്നല്ലൂർ സാബു ബിൽഡിംഗിൽ ബംഗാൾ സ്വദേശികളായ താഷ്മിര ഖാത്തൂൻ, SK സുകുമാർ, ജലുവർ ഹുസൈൻ എന്നിവരാണ് ഹോട്ടൽ നടത്തി വന്നത്. ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ കടുത്ത ദുർഗന്ധമാണെന്ന് അധികൃതർ പറഞ്ഞു. പഴകിയ ചിക്കൻ ഉൾപ്പെടെ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.